ചർച്ചിൽ നിർബന്ധം പല കാര്യങ്ങളിലും ഉദാഹരണമായി നമ്മൾ ചുമത്തുന്ന പോലെ എന്റെ കാര്യത്തിൽ പാസ്റ്റോറൽ പ്രഷേഴ്സാണ് ഞാൻ കൂടുതൽ അനുഭവപ്പെടുന്നത്. കാരണം പാസ്റ്റർ ഇങ്ങനെ പുറകെ നടക്കുന്നു. ആ പാസ്റ്റോറൽ പ്രഷേഴ്സിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്തു. കാരണം കർത്താവ് ഇങ്ങനെ ബലപ്പെടുത്തുവാനും ആത്മീയത്തിൽ പുറകോട്ട് പോകാനിരിക്കുവാനും ഒക്കെ ഞങ്ങൾക്കൊരു ദേവദാസനെ തന്നതിനായി കർത്താവിനെ സ്തോത്രം ചെയ്തു. കാരണം പാസ്റ്റർ പറയുമ്പോഴൊക്കെ ഞാൻ പുറകോട്ട് പോകുന്നതിനൊരു കാരണം ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ വചനം പറയുവാനൊന്നും എനിക്കൊരു ക്വാളിറ്റി ഇല്ല. അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് ആരെങ്കിലും ബലപ്പെടുത്താനോ ഒന്നും എനിക്കൊരു ക്വാളിറ്റി ഇല്ല. എന്നാൽ കർത്താവിന് വേണ്ടത് അതുപോലത്തെ ഒരു ആൾക്കാരെയാണ്. കാരണം ഞാനിത് സംസാരിക്കുമ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കുണ്ട്. ഗോഡ് എങ്ങനത്തെ ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാനൊരു ടോപ്പിക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ച് ദൈവം എന്ത് ടോപ്പിക്കാണ് ഉള്ളത്? ഒരു ടെസ്റ്റിമോണിയോ അല്ലെങ്കിൽ പറയത്തക്കോണം എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഒരു സാക്ഷ്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ഒക്കെ പല മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ ജനങ്ങളുടെ കേൾക്കുമ്പോഴൊക്കെ ഒരു അത്ഭുതകരമായ ഒരു ടെസ്റ്റിമോണിയും കൂടെ കർത്താവ് ഉപയോഗിച്ചതായിട്ട് പറയുവാനൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ടാകും. എന്നാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ക്രൂശിന്റെ വഴിയിൽ നിൽക്കുവാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ കൃപ. കാരണം ഈ ലോകപ്രകാരം അനേക ജനങ്ങൾ ഈ ലോകത്തിലെ ലോകമോഹങ്ങൾക്കനുസരിച്ചൊക്കെ ജീവിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അല്ലെങ്കിൽ ഈ ഞായറാഴ്ച ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ വന്ന് ഈ നമ്മുടെ നല്ലൊരു ഞായറാഴ്ച സമയം നമുക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടതായിട്ടുള്ള ആവശ്യം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും, എന്റെ കാര്യം മാത്രമല്ല, നമ്മളിവിടെ നിൽക്കുന്നത് ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തതിന് ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ മനസ്സിലാകുമ്പോൾ കർത്താവിന് വേണ്ടി നമുക്ക് എത്ര നിന്നാലും മതിവരില്ല. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇങ്ങനെ കർത്താവിന്റെ സന്ധ്യയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ തന്നെയാണ് കാണിച്ചത്. കാരണം നിന്റെ ബലഹീനതകളിലെയും നിന്റെ വീക്ക്നെസ്സുകളിലെയും ആണ് എപ്പോഴും കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. കാരണം ദൈവം ഒന്നുമില്ലാതെ നിൽക്കുന്നവരെയാണ് ദൈവം എപ്പോഴും ആവശ്യമുള്ളത്. കാരണം നമ്മൾ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അവർക്ക് യാതൊരു വിധത്തിലൊരു കഴിവില്ല, അവർക്ക് യാതൊരു വിധത്തിലും ഒന്ന് ബലപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സംസാരിക്കുന്നതായിട്ടുള്ള ഒരു കഴിവുകളൊന്നുമില്ലാത്തവരെയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് അവരുടെ ട്രേഡിൽ അല്ലെങ്കിൽ അവരുടെ വ്യവസായത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ള ജീവിത ജോലികൾക്ക് അവർക്ക് ഒരു കഴിവുണ്ടായിരിക്കും. എന്നാൽ ഒരു മനുഷ്യ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേക കഴിവില്ലാത്ത ആൾക്കാരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ബൈബിൾ പലപ്പോഴും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ വായിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല. അതുപോലെ ഇവിടെ നിൽക്കുവാൻ തന്നെ എനിക്ക് ഒരു പ്രത്യേകതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്റെ ചെറുപ്പകാലങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതൊന്നും പഠിക്കാൻ കൊടുക്കുന്നതല്ല. ഞാൻ അതിന്റെ രീതിയിൽ ഒത്തിരി കുറവുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ലോകപ്രകാരമായിട്ടുള്ള ചിന്തകളിലും ലോകപ്രകാരമായിട്ടുള്ള മോഹങ്ങളിലും ഇപ്പോഴും ലോകത്തെ ഉറ്റുനോക്കിക്കൊണ്ടൊക്കെ തന്നെ പലപ്പോഴും വീഴ്ചകളിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ജീവിതം നയിക്കുമ്പോഴൊക്കെ ദൈവം എന്നെ ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുന്നതിനെ ദൈവം എന്നെ പഠിപ്പിച്ചത് ഒരു വലിയൊരു കൃപയാണ്. ആ കൃപ എത്ര ശ്രദ്ധിച്ചാലും മതിവരില്ല. ഇന്ന് ഒരു അല്പതര ധ്യാനത്തിലേക്ക് ഞാൻ തെരഞ്ഞെടുത്ത വാക്യം 1 കൊരിന്ത്യർ 1:26 തൊട്ട് 30 വരെ. 1 Corinthians chapter 1 26 to 31. ഞാൻ ഇംഗ്ലീഷ് വായിക്കണം. അത് കഴിഞ്ഞ ശേഷം ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് സഹായിക്കണം. 1 Corinthians chapter 1 26 to 31. For you see your calling, brethren, that not many wise according to the flesh, not many mighty, not many noble are called. But God has chosen the foolish things of the world to put to shame the wise. And God has chosen the weak things of the world to put to shame the things which are mighty. And the base things of the world and the things which are despised, God has chosen, and the things which are not, to bring to nothing the things that are
that no flesh should glory in his presence. But of him you are Christ Jesus. You became for us wisdom from God and righteousness and sanctification and redemption. That as it is written, he who glorifies, let him glory in the Lord. മലയാളത്തിൽ വായിച്ചത് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രക്ഷിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതെന്ന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതെന്ന് തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യകർത്താവേ, ഇന്നലെ പകൽസമയത്താണ് സ്തോത്രം ചെയ്യുന്നത്. കർത്താവേ, ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ കർത്താവേ, ഞങ്ങളുടെ അറിയാതെ പഠിക്കുവാനൊക്കെയാണ് കർത്താവേ. അപ്പോൾ കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹിക്കുന്ന കർത്താവ് ഒരു മനുഷ്യരുടെ ശബ്ദമല്ല കർത്താവ്, ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന ശബ്ദമാണ് കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടോ ഞങ്ങളുടെ പരിഹാരങ്ങളോ കർത്താവിനെ ഒന്നും നേടുവാൻ സാധിക്കുന്നില്ല കർത്താവ്. കർത്താവിനെ കുറിച്ച് മാത്രമേ ഉള്ള കർത്താവ് ഞങ്ങൾ എന്തെങ്കിലും നേടുവാൻ സാധിക്കും കർത്താവ്. ഞങ്ങളെ പ്രാർത്ഥന നിങ്ങളുടെ വചന കർത്താവിനെ കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. കർത്താവിനോടുള്ള ഓരോ വ്യക്തികളുടെ കർത്താവെ അങ്ങ് കർത്താവ് സംസാരിക്കുന്ന ഹൃദയത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചു കർത്താവെ. കർത്താവെ സർവമഹത്വം എനിക്ക് കരുതുന്നു കർത്താവെ. അങ്ങയുടെ ഇടപാടുകൾ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവ് അതിന് അനുഭവമായി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചു കർത്താവെ. ഞങ്ങളുടെ അകത്ത് മനുഷ്യൻ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വകളാൽ കർത്താവിനെ അറിയിക്കാൻ സ്തോത്രിച്ചു. പ്രാർത്ഥനയുടെ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് ജീവിതം യേശു ക്രിസ്തു Verse 27 it says that God has chosen the foolish things of the world to put to shame the wise, and God has chosen the weak things of the world to put to shame the things which are mighty. മലയാളത്തിൽ പറയുന്നത് ഭോഷത്വമായതും ബലഹീനമായതും ബലഹീനമായതും രണ്ട് വാക്കാണ് മലയാളത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ദൈവം തെരഞ്ഞെടുത്തത് നമുക്ക് തോന്നും നമുക്ക് എന്തെങ്കിലും പ്രത്യേകം കഴിവുകളുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്, എന്റെ ബുദ്ധിയോ എന്റെ പരിജ്ഞാനമോ കൊണ്ടാണ് എനിക്ക് അത് തോന്നിയത്. എന്നാൽ വചനത്തിലൂടെ പറയുന്നത് ലോകത്തിന്റെ കണ്ണിൽ അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെ ആരെങ്കിലും യു ആർ എ ഫൂൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രയാസം തോന്നും. കാരണം ഇറ്റ്സ് നോട്ട് മച്ച് അപ്രീഷിയേറ്റഡ് when somebody calls you are a fool. But ഇവിടെ ബൈബിൾ പറയുന്നത് to be like a fool is what the Bible teaches you. കാരണം ബൈബിൾ wants you to become the weakest person. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ, നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർ നമ്മളെ കരുതുന്ന രീതിയിൽ വ്യത്യാസമാണ്. അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ കൂട്ടായ്മയിൽ നിന്ന് മാറി നമ്മൾ ഈ വേദന ചിന്തകളോടൊക്കെ നമ്മൾ വരുമ്പോൾ അവര് നമ്മളോട് പറയുന്നത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ഇതെല്ലാം വിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ല ഒരു പാരമ്പര്യ വ്യക്തികൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന പാരമ്പര്യ കൂട്ടായ്മകൾ നല്ല മനോഹരമായ വലിയ കല്ലൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ പെട്ടെന്ന് ആക്സിഡന്റ് കയറിയപ്പോഴത്തേക്കും ഞാൻ പഴയ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അത്തോമ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന, ഞാൻ ആരും കുറ്റപ്പെടുത്തി പറയുന്നില്ല, പള്ളിയോ പള്ളിക്കാരെയോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പറയുന്നതല്ല. ആ വ്യക്തിയോട് ആ വ്യക്തി എന്നെ പെട്ടെന്ന് ആൻസർ കണ്ടപ്പോൾ പറഞ്ഞു, ആരുടെയും വന്നേ നിങ്ങളുടെ വിശേഷം ബിസിനസ്സിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പൊതുവെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരോട് പെട്ടെന്നൊരു കാര്യം പറയാമോ, അതായത് ഇപ്പോഴും മനവും കുടുംബവും പഴയ പള്ളിയോട് തിരിച്ചു വന്നാൽ തീർച്ചയായും അതിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതിനൊരു പെട്ടെന്നൊരു മറുപടി എനിക്ക് പറയാനായിട്ടില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ ഒരു ചോദ്യം വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു തെറ്റുകൾ മനസ്സിലാക്കി
these are a group of fools who has left what is the called appropriate worship എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണിൽ നമ്മൾ ബി റിയൽ ഫൂൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അവരുടെ ബുദ്ധികരമായ അതായത് ആ വാക്യം കൂടെ പറയുന്നത് മൈറ്റി പീപ്പിൾ, ലോക ജനങ്ങളെ അവർ മൈറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം അവർ നേടിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചിന്തയിൽ ഞാൻ എന്റെ കഴിവുകൊണ്ട് നേടിയതാണ്, ഞാൻ എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഏറ്റവും മുന്നിൽ വന്നത് എന്നൊരു ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാനെന്നൊരു ഭാവം മാറ്റി എനിക്കുള്ളതെല്ലാം തന്നത് എന്റെ കർത്താവാണ്, എന്റെ ദൈവമാണ് എനിക്ക് തന്നത്. ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ കളഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ എന്നുള്ള ചിന്തകൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് നേടുവാൻ സാധിച്ചതുള്ളതെല്ലാം എന്റെ ദൈവം എനിക്ക് കരുതിയതുകൊണ്ട് മാത്രമാണ്. ആ ഒരു ഭാവത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് പോൾ കൊരിന്ത്യർ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. കൊരിന്ത്യർ സഭയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. കാരണം വളരെ പരിജ്ഞാനം, വളരെ മുന്നോട്ടും വളരെ അതിയായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ദൈവത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഭയായിരുന്നു പോൾ. അപ്പോൾ പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പോൾ ഇവിടെ കണ്ടെന്ന് വെച്ചാൽ സഭയ്ക്കകത്ത് തന്നെ പലപ്പോഴും പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു കൂട്ടർ പറയുന്നത് ഞാൻ ക്രിസ്തുവിന്റെ ഫോളോവേഴ്സാണ്, വേറൊരാൾ പറയുന്നത് ഞാൻ പൗലോസിന്റെ കൂട്ടരാണ്, ഞാൻ വേറെ യോഹന്നാന്റെ ഒരു കൂട്ടരാണ്. നമ്മൾ പല പല ഭിന്നതകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പോൾ പലപ്പോഴും ഇതിന് ആത്മീയമായി വേണ്ടി സംസാരിക്കുകയായിരുന്നു. കാരണം പോളിന്റെ കുറച്ച് ഉദ്ദേശമേ ഉള്ളതാണ്. കാരണം നമ്മൾ പോളിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്രകാരം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഒരു യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ലാത്ത പോൾ. കാരണം പോളിന്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോൾ എപ്പോഴും ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പോൾ ഈ സമയത്ത് പോൾ ഇതുപോലെ വ്യക്തികളെ ബലപ്പെടുത്തുന്നെങ്കിൽ അത് മുന്നമേ ദൈവത്തിന്റെ നിയോഗമായി പോൾ എന്ന ഒരു വ്യക്തിയെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന എന്നുള്ളത് മുന്നമേ നിശ്ചയിച്ച കാര്യമാണ്. പോൾ എന്നൊരു വ്യക്തി ദൈവത്തിന് വേണം. ക്രിസ്തു യേശുവിലൂടെ പോൾ വിടുവിക്കപ്പെടും. കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പോൾ നിലനിന്ന് അനേകം ഒരു ബലമായി തീരും എന്നുള്ളത് മുന്നമേ ദൈവം നിശ്ചയിച്ച കാര്യമാണ്. നമ്മളിവിടെ ഓരോരുത്തരും ആയിരിക്കുന്നത് മുന്നമേ ദൈവം നിശ്ചയിച്ചത് മാത്രമാണ്. നമ്മളിവിടെ വേറെ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ടല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. മുന്നമേ ദൈവം നിശ്ചയിച്ചു നമ്മൾ ഓരോരുത്തരെയും കർത്താവിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. അവിടെ നമ്മൾ പെട്ടെന്ന് നമ്മൾ പോളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും എല്ലാ സഭകളിലും പോളിനെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു പോൾ എല്ലാ സഭകളിലും ഉപദേശം തരുന്നത്. കാരണം ഇവിടെ കൊരിന്ത്യർ സഭയിൽ നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. ഈ ലോകമെമ്പാടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറയാം പല അഭിപ്രായങ്ങളുള്ള പല ജനങ്ങളുണ്ട്. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ന്യൂസ് നോക്കുമ്പോഴത്തേക്കും പല പല ബോക്സുകളായിട്ട് ഒരു ടോപ്പിക്കിൽ തന്നെ 4 പേര് ആ ഒരു ന്യൂസിലുണ്ടെങ്കിൽ 4 പേർക്ക് 4 അഭിപ്രായങ്ങളാണ്. എന്ത് വിഷയത്തിന്മേലും അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും. എന്റെ അഭിപ്രായം ആയിരിക്കുന്നില്ല ഫിലിം ബ്രദറിന്റെ അഭിപ്രായം അല്ലെങ്കിൽ വർഗീസിന്റെ അഭിപ്രായം. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. കാരണം അപ്രകാരം ഇക്വാളിറ്റി ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്റെ ചിന്തകൾക്കനുസരിച്ചല്ല നമ്മൾ ഓരോരുത്തരുടെയും ചിന്തകൾ പോകുന്നത്. നമ്മളെല്ലാം വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ സഭകളിലും അനേക ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ രീതികൾ, അവരുടെ കഷ്ടം, അവരുടെ കർത്തൃമേഷയൊക്കെ പല പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോഴൊക്കെ പോളിനെ ദൈവം നിയോഗിച്ചത് ക്രിസ്തുവേശുവിൽ വിടിപ്പിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തർക്കും ക്രിസ്തുവിൽ ഐക്യമത്യത്തോടെ നിലനിന്ന് പോകണം എന്നൊരു ഉപദേശം പറഞ്ഞു കൊടുക്കുവാൻ ബലപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ദൈവം പഠിച്ചത്. അതുകൊണ്ട് പോളിന്റെ കോളിങ്ങിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പോൾ വാസ് എ വെരി വീക്ക് പേഴ്സൺ. ഫ്രം ദ വേൾഡ്സ് പോയിന്റ് ഓഫ് വ്യൂ ഹി വാസ് എ ഫൂൾ. അപ്രകാരമുള്ള ഒരു പോളിനെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവരാജ്യം കെട്ടിപ്പണിയുവാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവുകൾ കണ്ടിട്ടല്ല. ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം നമുക്ക് ദൈവം നമ്മളിൽ ഒരു ഉദ്ദേശം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് ഓരോ ദിവസവും നീങ്ങുവാനാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം പാസ്റ്ററിനോട്
എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട്. കാരണം എനിക്കാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളായിട്ട് നല്ല തിരക്കാണ് കടയിൽ. അപ്പം മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ പാസ്റ്റർ പറഞ്ഞ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മുന്നേക്കാവുന്ന വലിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്ന് മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്തു. എനിക്ക് കടയിൽ നല്ല തിരക്ക്, എൻ്റെ അന്തരീക്ഷത്തിൽ നല്ല തിരക്ക്, വീട്ടിലെ തിരക്ക്, പല കാര്യങ്ങളും തിരക്ക്, വീട്ടില് ആരും വരാത്ത ഗസ്റ്റുകളൊക്കെ വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായി. എനിക്ക് വീട്ടുകാരോടും ദേഷ്യം, ഏറ്റവും കൂടുതൽ ദേഷ്യം പാസ്റ്ററിനോടും. എനിക്ക് എല്ലാ രീതിയിലും എന്റെ മനസ്സിലൊക്കെ ഭയങ്കര ഒരു ഭാരം. എന്നാൽ ഞാൻ ഇങ്ങനെ പല ചിന്തകളൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഓർത്ത് ഞാൻ എന്തൊരു ഫൂളാണ്, ഞാൻ എന്തൊരു ഒരു വീക്ക് പേഴ്സണാണ് എന്റെ ഉള്ളിലുള്ളത്. ഞാൻ ഇന്നലെ വൈകിട്ട് പോയി ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു പണ്ടൊക്കെ സ്കൂളിൽ പറയണം എന്തെങ്കിലും ഒക്കെ രാവിലെ പനിയാണെന്നോ വയറുവേദനയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമാണെന്ന് പറഞ്ഞ് ഇന്നിവിടെ ഒരാളിരുന്നാലോ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിച്ചു. ഞാൻ ചിന്തിച്ചു, ഞാൻ ആലോചിച്ചത് എന്റെ ഉള്ളിലുള്ള എന്തൊക്കെ വെളിയിൽ പോയി പറയാൻ പറ്റാത്ത ചിന്തകളാണ് എനിക്കുള്ള കാര്യം ഞാൻ തന്നെ ചിന്തിക്കുകയായിരുന്നു. കാരണം എനിക്ക് നിങ്ങളോട് എനിക്ക് ദൈവവചനവുമായിട്ട് ദൈവവേദനയായിട്ട് വരാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ ഞാൻ സത്യം പറയാൻ ആ ചിന്തകളൊക്കെ മറികടന്ന് ഞാൻ ഇവിടെ വന്ന് എന്റെ ചെറിയ അറിവിൽ നിങ്ങളോടൊക്കെ ഇവിടെ പറയാൻ സാധിക്കുന്നത് കർത്താവിനെ ആവശ്യപ്പെടുന്ന ഒരു ബോധ്യമാണ്. കാരണം അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പം എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് ഇവിടെ വരണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിലിരിക്കാറുണ്ട്. എനിക്ക് എന്തൊക്കെ പറയാൻ ഞാൻ പറയാൻ ദിവസം അംഗീകാരം പാസ്റ്ററോട് പറഞ്ഞാലും പറയാം. എന്നാൽ അതല്ല, ദൈവം എന്നെ പോലെ ഒരു വീക്കായ ഒരു ഫൂളിഷായ ഒരു വ്യക്തിയെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. കാരണം എനിക്ക് പുകഴുവാനോ മഹത്വപ്പെടുത്തുവാനോ അല്ലെങ്കിൽ പ്രശംസിക്കുവാനോ ഒരു കഴിവില്ല. വേറെ എനിക്ക് യാതൊരു കഴിവില്ല. എന്നെ അറിയാവുന്നവരൊക്കെ പറയും. ഇന്നലെ എന്റെ സുഹൃത്ത് എന്നെ രാത്രി വിളിച്ചു, ഫ്രീ ആണെങ്കിൽ ആ ഫ്ലാറ്റിൽ കൂടി വന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നാളെ ചർച്ചിലോട്ട് ചെറിയ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിനക്ക് അവിടെ വേറെ കപ്പ്യാർമാരൊന്നും ഇല്ല. അതല്ല, അത് ഇവിടെ വന്നത് പോയാൽ മതി, ഞങ്ങളത് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ഒരു പകുതി മനസ്സ് മാറി. എന്നാണ് കണ്ടിട്ട് പോയാൽ ഇവിടെ രാത്രി 9:30 പൊതുവെ ശനിയാഴ്ച വൈകിട്ടൊക്കെ എന്റെ അമ്മയൊക്കെ പറയും ശനിയാഴ്ചകൾ പ്രമാണിച്ച് നേരത്തെ വരുന്നതാണ്. അടുത്ത ദിവസം ഞായറാഴ്ച നമുക്കൊരു ആരാധനകളാണ്, ഒരു ശുദ്ധീകരണം പ്രാപിച്ചൊക്കെ അതിന്റെ രീതിയിൽ തയ്യാറെടുപ്പോടെ പോവാം എന്നുള്ള രീതിയിലൊക്കെ എപ്പോഴും ആ ഉദ്ദേശം ഉള്ളപ്പോഴത്തേക്ക് മിക്ക ശനിയാഴ്ചകളും വളരെ ലേറ്റായിട്ടാണ് ഞാൻ വരുന്നത്. കാരണം രീതികളൊക്കെ എന്തോ അങ്ങനെയാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ഒത്തിരി കുറവുകളുണ്ട്, എന്തെങ്കിലും ഒത്തിരി കറക്റ്റ് ചെയ്യേണ്ട അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് വീണ്ടും എന്നെ പോലെ ഒത്തിരി കറക്റ്റ് ചെയ്യാൻ അവസരങ്ങളുള്ള വ്യക്തികളാണ് ഞാൻ. നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ ഞാനൊരു യോഗ്യനല്ല. പക്ഷെ എന്നിൽ ഒത്തിരി കുറവുകളുണ്ട്. ആ കുറവുള്ള എന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്കറിയാം. ഈ 27ാമത്തെ വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. God has chosen the foolish things of the world to put to shame the wise. And God has chosen the weak things of the world to put to shame the things which are mighty. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 Corinthians 4:7. 2 Corinthians chapter 4 verse 7. ആരെങ്കിലും മലയാളത്തിൽ വായിച്ചു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. But we have this treasure in earthen vessel, that the excellence of the power may be of God and not of us. But God has chosen the foolish things of the world to put to shame. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഇവിടെ നമ്മൾ പറയുന്നത് ഗോഡ് തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ ആരാണെന്ന കാര്യത്തിലാണ് ഈ വാക്യം പറയുന്നത്. But we have this treasure in earthen vessel. മലയാളത്തിൽ ഈ earthen vessel അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ ക്ലേ പോട്ട് എന്ന് പറയുന്നത്, മലയാളത്തിൽ മൺപാത്രങ്ങളാണ്. ഈ മൺപാത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവം നമ്മളെ വളരെ മനോഹരമായ രീതിയിലാണ് മൺപാത്രങ്ങളായിട്ട് പണിതിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് അറിയാം ഈ മൺപാത്രം ചെറുതായിട്ടുള്ള ശരി കാലത്ത് നിന്ന് വീണാൽ പെട്ടെന്ന് കുഴഞ്ഞു പോവുകയും പെട്ടെന്ന് നമ്മൾ പിന്മാറി
ഈ മൺപാത്രങ്ങൾ അനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതാണ്. എന്നാൽ ഏതെങ്കിലും തലത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ചെറിയൊരു ഭാഗത്തിലേക്ക് ഒരു പ്രതിസന്ധി വന്നാൽ ഈ മൺപാത്രങ്ങളെല്ലാം ഉടഞ്ഞു. അപ്രകാരം ഈ മൺപാത്രങ്ങളായി മെനഞ്ഞിരിക്കുന്ന നമ്മളെ എന്തിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്? ആ വാക്യത്തിന്റെ അവസാനം പറയുന്നത് എക്സലൻസ് ഓഫ് ദ പവർ മേ ബി ഓഫ് ഗോഡ് ആൻഡ് നോട്ട് us. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സോ ഗോഡ് യൂസസ് ദിസ് വീക്ക് പീപ്പിൾ. വീക്ക് പീപ്പിളായി നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കാം. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഓരോ വ്യക്തികളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തു. ഞാൻ ഇതുവരെ വായിക്കാത്ത ഒരു ഭാഗമായിരുന്നു ഗിഡിയോനെ കുറിച്ച്. കാരണം പഴയ നിയമം പൊതുവെ എന്നെ സംബന്ധിച്ച് എനിക്ക് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസമാണ് മനസ്സിലാക്കാനൊക്കെ. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. എന്നാൽ ഞാൻ ഗിഡിയോനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോഴത്തേക്കും ഗിഡിയോൻ എപ്പോഴും ദൈവത്തിന് വേണ്ടി ദൈവം ഗിഡിയോനെ വിളിച്ചപ്പോൾ ഗിഡിയോനെ അപ്പോഴും വളരെ സംശയമായിരുന്നു, എന്നെ തന്നെയാണോ വിളിച്ചിരിക്കുന്നത്? കാരണം he was very uneducated and requested ദൈവം for multiple signs. അതായത് ഇസ്രായേൽ ജനത്തെ മിഡിയനൈറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഗിഡിയോനെ വിളിച്ചത് മനേഷ ട്രൈബിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ദൈവം ഗിഡിയോനെ തെരഞ്ഞെടുത്തപ്പോൾ ഗിഡിയോൻ പെട്ടെന്ന് ദൈവത്തോട് ചോദിച്ചു, why me? എന്നെ എന്തിനാ out of all these people എന്നെ എന്താണ് കാരണം തെരഞ്ഞെടുക്കുവാൻ വേണ്ടി? നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിക്കുമ്പോൾ നമ്മളും തിരിച്ച് ചോദിക്കുന്ന ഒരു പലപ്പോഴും ഉള്ളിലൊരു ചോദ്യമാണ്, എന്തിന് എന്നെ തെരഞ്ഞെടുത്തു? ഇനി എന്നെ തന്നെയാണോ തെരഞ്ഞെടുത്തത്? അതോ ആ പല സംശയങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും. ഗിഡിയോനും ആ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഗിഡിയോനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ഗിഡിയോന് സംശയമായിരുന്നു. ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഗിഡിയോൻ തന്നെ തിരിച്ചു ചോദിച്ചു, എനിക്ക് 2-3 സൈൻസ് കാണിച്ചു തരാൻ പറ്റുമെന്ന്. ആദ്യത്തെ സൈൻ പറഞ്ഞത്, ഞാൻ എന്റെ ഓഫറിംഗ് ആയിട്ട് ഞാൻ വരുമ്പോഴത്തേക്കും അവിടെ യാഗമായി അതിന് തീർക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടി ഗിഡിയോന് ആവശ്യപ്പെടും. അപ്രകാരം ഗിഡിയോന്റെ ആവശ്യപ്രകാരം ആദ്യത്തെ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. രണ്ടാമത് ഇംഗ്ലീഷ് ബൈബിൾ the fleece of wool that he requested, that it was the right time, and he said, I still want to confirm it is you who is talking to me. I want it to be wet the very next day. അതാണ് പറയുന്നത്. And God did the same thing what Gideon wanted. So when Gideon was called by God, he asked God, can you show me multiple signs to reconfirm that it is me that you are calling? So അതുപോലെ തന്നെ I stood ഗിഡിയോൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ എനിക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഗിഡിയോന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം പലപ്പോഴും പല അവസരങ്ങളും എനിക്ക് തന്നപ്പോൾ വേരാരെങ്കിലും ആയിക്കോട്ടെ, വേരാരെങ്കിലും എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ ചിന്തകളുണ്ട്. എന്റെ അവസരങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടി എനിക്ക് ലഭിച്ച അവസരങ്ങളൊക്കെ പാഴായി പോയ നിമിഷങ്ങളൊക്കെ എനിക്ക് ഓർത്ത് വന്നപ്പോൾ ഞാൻ ഗിഡിയോനെ കുറിച്ച് ഓർത്തായിരുന്നു. കാരണം ദൈവം 3 വട്ടം ഗിഡിയോന് കൺഫർമേഷൻ കൊടുത്തു, ഗിഡിയോൻ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ട് അവിടെ നമുക്ക് ഗിഡിയോനെ കാണാൻ പറ്റും. He was a weak person. He was not a strong person. He was a weak person that God selected for his calling. And ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ഗിഡിയോന്റെ ദൈവം അപ്രകാരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്ക് നോക്കാം, പീറ്റർ കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് പീറ്റർ. And eventually Peter became a very foundational figure in the church. Peter was a very strong person for many people. കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. പക്ഷെ പീറ്റർ എന്താണ് ചെയ്തത്? 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആളായിരുന്നു പീറ്റർ. And Moses was hesitant to speak because of his speech difficulty. സംസാരിക്കുവാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു മോസസിന്. അപ്പോൾ ഏറ്റവും വലിയ ശക്തനായ ഫറവോൻ രാജാവിന് മുമ്പിൽ സംസാരിക്കുവാനും വളരെ പ്രയാസമുള്ള മോസസിനെ ദൈവം എങ്ങനെയാണ് വിളിപ്പിച്ചത്? ദൈവം അത്ഭുതകരമായിട്ടാണ് ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ വിളിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ദൈവം തെരഞ്ഞെടുക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു. ഇവർക്ക് പറയുവാൻ പ്രത്യേകിച്ച് കഴിവുകളോ
ഓരോരുത്തരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സോ what result we see when God guides us. But തിരഞ്ഞെടുക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവമാണെങ്കിൽ നമ്മളെ നയിക്കുന്നതും ദൈവമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ ആ ഒരു സ്റ്റെപ്പ് എടുത്തു, എന്നാൽ എന്നെ നയിക്കുന്നതും ദൈവമാണ്. അപ്പോൾ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 2:7. 1 കൊരിന്ത്യർ chapter 2:7. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറന്നിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കും. Amen. But we speak the wisdom of God in a mystery, the hidden wisdom which God ordained before the ages of our glory. It says we speak the wisdom of God in a mystery, the hidden wisdom which God ordained before the ages of our glory. ദൈവം നമ്മളെ വിളിച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കാരണം യാതൊരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ ലോക മനുഷ്യരുടെ കണ്ണിൽ വീക്കായിട്ടും ഫൂളായിട്ടും വിശേഷിപ്പിച്ച് നമുക്ക് അവരുടെ കണ്ണിൽ അതൊരു വിശ്വമായിരുന്നു. പക്ഷെ നമുക്ക് തരുന്നത് ദൈവത്തിന്റെ ഒരു വിശ്വമായിരിക്കും. We speak the wisdom of God. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിശ്വമാണ് നമ്മൾ സംസാരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവം തരുന്നത് ദൈവത്തിന്റെ വിശ്വമായിരുന്നു. So that we speak as per the glory of His God. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ 1:7 നമുക്കവിടെ വായിക്കാം. കാരണം പോൾ കൊരിന്ത്യർ സഭയോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം അവരുടെ കൂട്ടായ്മയിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും അവരുടേതായിട്ടുള്ള പല അഭിപ്രായങ്ങളും അവിടെ ഒരു ഭിന്നത നടന്നപ്പോൾ പോൾ അവരോട് വന്ന് പറഞ്ഞ ഒരു വാക്യമാണ് 1:17. For Christ did not send me to baptize but to preach the gospel, not with the wisdom of words, lest the cross of Christ should be made of no effect. കാരണം മനുഷ്യനാലുള്ള വാക്കുകളാൽ നിങ്ങളെ ബലപ്പെടുത്തുവാനല്ല, ക്രിസ്തുവേശു ക്രൂശിൽ നമുക്ക് ചെയ്ത ത്യാഗത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. ആ ബോധ്യത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്കൊരു അവസരം മുമ്പോട്ട് വരുവാൻ വേണ്ടി ദൈവം ഒരുക്കി തരുമ്പോൾ ആ അവസരം നമ്മൾ പുറകോട്ട് പോകരുത്. ആ അവസരത്തിൽ നമ്മൾ പിന്മാറി പോകരുത്. കാരണം ആ അവസരം നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ആരുടെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് ഗ്ലോറി. അപ്പോൾ ആ വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഗ്ലോറി നമ്മൾ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി വരുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്രിസ്തുവേശു ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ കുറിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന അവസ്ഥയാണ്. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആ ക്രൂശിൽ നമുക്ക് വേണ്ടി എന്താണ് കർത്താവ് ഏറ്റ ആ വേദനയും ആ പ്രയാസവും ക്രിസ്തുവേശു ആ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് എന്നൊരു ബോധ്യമാണ്. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ഒരിക്കലും ഒരു മടിയും കൂടാതെ, അതുകൊണ്ടാണ് ആദ്യമൊക്കെ എനിക്കൊരു പ്രയാസം തോന്നി, കർത്താവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുവാനൊക്കെ എനിക്കൊരു കഴിവില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കോളും. ഞാനിവിടെ പറയുന്നത് ശരിയോ തെറ്റോ ഒന്നുമല്ല. പക്ഷെ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം എന്റെ മഹത്വത്തെ പറ്റി പറയുവാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ എനിക്ക് തരുന്ന വാക്കുകളും എന്റെ വിസ്ഡം, എന്റെ നോളജും is all given to me by God എന്നുള്ളത്. കാരണം so that the cross is being glorified. And ഇവിടെ 19 പറയുന്നു, I will destroy the wisdom of the wise and bring to nothing the understanding of the prudent. കാരണം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ വഴി തെറ്റാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാര് നമ്മളെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ ദൈവം പറയുന്നത് it is taken care. It is taken care by whom? I will destroy the wisdom of the wise and bring to nothing the understanding of the prudent. കാരണം നമ്മൾ മുമ്പോട്ട് നീങ്ങി നമ്മളെ പുറകിൽ ആൾക്കാരെ നമ്മളോട് പറയും. പിൻകാല ജീവിതത്തിലേക്കൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകങ്ങളിൽ എനിക്കൊരു നല്ലൊരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ സോഷ്യലൈസിംഗ് സ്കിൽസും അവരുടേതായിട്ടുള്ള തൃപ്തികരമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ അവർ നടക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബവും വേറൊരു രീതിയിലായിരുന്നു നടക്കുന്നത്. അപ്പം അവരുടെ കണ്ണിൽ അവർ ചിന്തിക്കും അവർക്ക് എന്തിന്റെ ആവശ്യമാണ് ഈ വഴികളോട് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ആവശ്യമാണ്.
നമ്മൾ ഓരോരുത്തരെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് നയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകം നമുക്ക് ഹൃദയത്തിന് തൃപ്തികരമായ രീതിയിലായിരിക്കില്ല നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്. എപ്പോഴും നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും താഴ്ത്തിക്കൊണ്ടും നമ്മളെപ്പോഴും മോശമായ രീതിയിൽ തന്നെയായിരിക്കും എപ്പോഴും നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവ വഴിയിൽ തിരഞ്ഞെടുക്കുന്ന നമുക്ക് കറക്റ്റായിട്ടുള്ള വിസ്ഡം, കറക്റ്റായിട്ടുള്ള ഗ്ലോറി, കറക്റ്റായിട്ടുള്ള നോളേജ്, ഫൂൾസ് എന്ന് വിളിച്ച് നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ തക്കതായിട്ടുള്ള കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് പിന്നെയായിരിക്കും മനസ്സിലാകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ നയിക്കുന്ന വഴിയിലൂടെയായിരിക്കും മനസ്സിലാകുന്നത്. So God chooses the foolishness of the world. Even the foolishness of the world തന്നെ ആ ഒരു പ്രിൻസിപ്പിളാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ നോക്കുന്നത്. When God selected Abraham, when God selected David, ഇവർ ഓരോരുത്തരും നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ഒരു കഴിവുമില്ലായിരുന്നു. എന്നാൽ ദൈവം ഒരു കഴിവില്ലാത്ത ആൾക്കാരെയാണ് ദൈവം മുമ്പോട്ട് വരുവാൻ വേണ്ടി നോക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ആയിരക്കണക്കിന് ജനങ്ങൾ ഇരിക്കുമ്പോൾ he selected the little boy to come forward and what was the offering that he had? രണ്ടപ്പം മാത്രമേ ഉള്ളൂ. So he selected the little boy out of the thousands of people. So ഒരു രീതിയിലും ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരെയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അപ്രകാരമുള്ള നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നതുമില്ല. വീണ്ടും 1 Corinthians 2:28 വാക്യത്തിൽ പറയുന്നത് and the base things of the world and the things which are despised God has chosen. അതായത് base things എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെവൽ വണ്ണുള്ളതാണ് ബേസ് എന്ന് പറയുന്നത്. വാക്ക് ബേസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാതെ ശൂന്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിന് ആവശ്യം. കാരണം ലോക കണ്ണിൽ ഫ്രീസായിരിക്കുന്നവരും ലോകത്തിന്റെ കണ്ണിൽ ഏറ്റവും വീക്ക് ആയിട്ടിരിക്കുന്നവരും അത് കഴിഞ്ഞ് പറയുന്നത് ബേസ് തിങ്സ്. ഇപ്പൊ നമ്മളൊരു സെലക്ഷൻ ക്യാമ്പിലോട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു ക്രിക്കറ്റിന്റെ സെലക്ഷൻ ക്യാമ്പിലോട് നമ്മൾ നാളെ സെലക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു വ്യക്തിക്ക് 5 ബോൾ വെച്ചിട്ടായിരുന്നു അവസരം കിട്ടുന്നത്. ആ 5 ബോളിൽ 5 മണിക്ക് നാളായിരിക്കും ഏറ്റവും തിരഞ്ഞെടുക്കപ്പെടുന്നത്. 3 ആയിരിക്കും വളരെ ഒരു ആവറേജ് രീതിയിലുള്ളത്. 0 ബാലറ്റില് അവസരം കിട്ടുന്നവരെ ഒരു രീതിയിൽ സെലക്ട് ചെയ്തില്ല. അതിനകത്ത് പ്രൊജക്റ്റ് ആണ്. അപ്പൊ ലോകത്തിന്റെ കണ്ണിലുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായി. എന്നാൽ ദൈവത്തിന്റെ കണ്ണിലുള്ള സെലക്ഷൻ ഒരു വളരെ ഓപ്പോസിറ്റ് രീതിയിലാണ്. കാരണം ഈ 0 ആയിട്ടുള്ള ആൾക്കാരെയാണ് ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ജസ്റ്റ് എന്റെ ഒരു ലോജിക്കൽ തിങ്കിങ് വെച്ച് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു പറഞ്ഞത്. എനിക്ക് എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു കാര്യങ്ങൾ എനിക്ക് എപ്പോഴും വളരെ പ്രിയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൂക്ക് chapter 18 നമുക്ക് എല്ലാവർക്കും അറിയാം. Jesus said a parable about a righteous Pharisee and a tax collector. A righteous Pharisee and tax collector. I think it is Luke chapter 18 9 to 14. So അത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു നല്ലൊരു parable about the righteous Pharisee and the tax collector. And then I'll just summarize what has happened over there. Well, the righteous Pharisees അവർ രണ്ടുപേരും കൂടെ ആൻഡ് ടാക്സ് കളക്ടർ അവർ ദേവാലയത്തിന്റെ അകത്തോട് പോയി. അവർ ദേവാലയത്തിന്റെ അകത്തോട് പോയപ്പോൾ the righteous Pharisee എന്ന് മലയാളത്തിലേക്ക് പറയുന്ന righteous നീതിമാനായ ഫരിസേയനും and the tax collector ചുങ്കക്കാരൻ. Okay, so English it was a righteous Pharisee and the tax collector, and they entered inside the temple. And when they entered inside the temple, the righteous Pharisee started praying to God in such a way that God, thank you for not making me like him. Thank you for not making me like him. And ഞാൻ ഈ ലോകപ്രകാരം അല്ല ജീവിക്കുന്നത്. ഞാൻ വളരെ വിശുദ്ധിയോടെയും ഞാൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലും വളരെ തൃപ്തികരമായ രീതിയിലുമാണ് ഞാൻ എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ഉപദേശങ്ങളും പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കർത്താവിന്റെ കൽപ്പനകളും ആഴ്ചയിൽ 2 വട്ടം ഉപദേശിച്ചു തക്ക സമയത്ത് ദശാംശം നൽകി കർത്താവിനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് ആ righteous Pharisee prayer. When you look at the tax collector ദേവാലയത്തിന്റെ അകത്തോട്ട് വന്നപ്പോൾ he started crying and he was reluctant to look above. മേലോട്ട് ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ വളരെ പ്രയാസം തോന്നി ആ ടാക്സ് കളക്ടറിന്. And
he kept beating his chest എന്നായിരുന്നു അവനെ വായിച്ചത്. He kept beating his chest and he seeked and asked God for his forgiveness because I have sinned. ഞാൻ പാപം ചെയ്തു, എന്നോട് കനിവ് തോന്നണമേ, എന്നോട് ക്ഷമിക്കണമേ. And what happened? God selected the tax collector. He selected the sinner. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഏറ്റവും നീതിമാനായ ഒരു വ്യക്തി ആ നീതിമാനായ കാര്യങ്ങൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ച് അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ രണ്ടാമത് തെറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ വന്ന് സമർപ്പണത്തോടെ എനിക്ക് തെറ്റ് പറ്റി എന്ന് കരഞ്ഞപേക്ഷിച്ച ആ തെറ്റായ ടാക്സ് കളക്ടറിനെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ദൈവം തെരഞ്ഞെടുക്കുന്ന രീതികൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്കാർക്കും പറയുന്നില്ല. ഇപ്പൊ നമ്മള് ഇതിന്റെ 28 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങൾ 29 നമ്മൾ വരുമ്പോൾ that no flesh should glory in his presence. ഒരു മനുഷ്യനും ഒന്നും പുകഴുവാനില്ല. അതായത് ഞാൻ കാരണമാണ് ഇവിടെ ഞാൻ നേടിയത്. ഞാനുള്ളൊരു ഭാവം പലർക്കും വരുന്നതാണ്. കാരണം ഞാൻ കാരണമാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്, ഞാൻ കാരണമാണ് എന്റെ കുടുംബം രക്ഷപ്പെട്ടത്, എന്റെ ബിസിനസ്, എന്റെ രീതികൾ, ഞാനൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെ 29ാമത്തെ വാക്യം പറയുന്നത്. No flesh should glory in his presence. ഒരു മനുഷ്യന് ഒന്നും പുകഴുവാനില്ല. കാരണം there is nothing to boast. കാരണം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ അബിലിറ്റീസ്, നമ്മുടെ കേപ്പബിലിറ്റീസ്, നമ്മുടെ കപ്പാസിറ്റി എല്ലാം നമുക്ക് തന്നത് കർത്താവാണ്. ആ കർത്താവാണ് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് ആഗ്രഹിച്ച പ്രകാരം നയിച്ചത്. കാരണം ഒരു മനുഷ്യൻ, ഒരു ഫ്ലഷ്, the word says that no flesh should glory in his presence. That there is no flesh. No flesh എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ നമുക്ക് മാത്രപ്പെട്ടാണ് പുകഴ്ത്തുവാനോ ഒന്നുമില്ല. ദൈവം തന്നത് മാത്രമാണ് നമ്മൾ ഓരോരുത്തരെയും നിലനിർത്തി മുമ്പോട്ട് നയിക്കുകയൊക്കെ. 30ാമത്തെ വാക്യം പറയുന്നു, even things you tend to boast, it comes from God. But I'll just read verse 30. But of him you are Christ, who became for us wisdom from God and righteousness and sanctification and redemption. നമുക്കുള്ളതും നമുക്ക് ഇല്ലാത്തതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നതെല്ലാം തരുന്ന കർത്താവാണ്. അതാണ് ഈ വാക്യമായിരുന്നത്. എന്തിനാണ് തരുന്നത്? He who glorifies, let him glory in the Lord. All what we have is his ability. It's because of the cross. It's because of the cross, because of Christ Jesus died for it. All what we have right now. നമുക്കുള്ളതും നമുക്കില്ലാത്തതും എല്ലാം ദൈവം തന്നതാണ്. നമ്മുടെ അഭിരുചി കൊണ്ട് നമ്മൾ നേടിയെടുക്കാനുള്ള ചിന്ത ഒരിക്കലും വരരുത്. കാരണം ഇവിടെ പോൾ ആ സഭകളോടെല്ലാം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. കാരണം പലർക്കും ദൈവം ആരെന്നൊരു ബോധ്യമാണ്, ക്രിസ്തുയേശു ആരെന്നൊരു ബോധ്യം വന്നപ്പോൾ അവരുടെ ചിന്തകൾ മാറാൻ തുടങ്ങി. അവരുടെ ചിന്തകൾ ഡൈവേർട്ട് ആകാൻ തുടങ്ങി. ചിന്തകൾ ഡൈവേർട്ട് ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ ഫോക്കസ് കർത്താവിൽ നിന്ന് മാറാൻ തുടങ്ങി. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ പലപ്പോഴും ഒക്കെ നമ്മുടെ വിശ്വാസ ഗുണത്തിൽ ഞാൻ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നൊരു വാക്ക് ഞാൻ യുഎഇ ചർച്ച പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒക്കെ അവിടുത്തെ കൂട്ടായ്മയിൽ ഒരു കാഷ്വൽ ഗ്യാതറിംഗും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു വളരെ ഒരു എന്താ പറയുന്നത്, ഞാൻ ഒന്നിനെ തെറ്റായിട്ട് രീതിയിൽ ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ചർച്ചില് അവിടെ വളരെ ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ 3-4 വരാം. കോഫി, സ്റ്റാർബക്സ് സൈഡിൽ തന്നെ വെച്ചിട്ട് ആരാധന കൂടാം. അതിന്റെ രീതിയിൽ ആ ഒരു മിക്സ്ഡ് ഫുഡ് കൾച്ചറൊക്കെയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും അത് കൊള്ളാം. കാരണം ഒരു 10 മിനിറ്റോളം ആരാധന ആയിട്ട് വന്ന് ഒരു മണിക്കൂറൊക്കെ ഒരു ചെറിയ സോഷ്യലൈസ് ഒരു ക്രൗഡൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു അവരും സേവിക്കുന്നതും അവരും കുടിക്കുന്നതും വളർത്തപ്പെടുന്നതും ഒക്കെ ഈ ജീവിക്കുന്ന കർത്താവ് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ഒരു അവരുടെ വേ ഓഫ് അപ്രോച്ച് ഇച്ചിരി കൂടെ കാഷ്വൽ ആയപ്പോൾ എന്റെ ആത്മീയ ജീവിതത്തിൽ പറ്റിയത് ഞാൻ ഐ ടു എവരിതിങ് ഫോർ ഗ്രാൻഡ്. ഒരു ഞായറാഴ്ച പോയാലും ഞായറാഴ്ച പോയില്ലെങ്കിലും ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതനുസരിച്ചുള്ള രീതിയിൽ വളരെ കാഷ്വലായ രീതിയിലാണ് ഞാൻ എന്റെ ആത്മീയത്തെ കണ്ടത്. എന്നാൽ ഒരു കൂട്ടായ്മ അവിടെ തന്നെ ഒരു മലയാളി പെന്തിക്കോസ്റ്റൽ കൂട്ടായ്മയോട് പോയപ്പോഴത്തേക്കും അവിടുത്തെ രീതികളൊക്കെ ഒത്തിരി വ്യത്യാസം. അവിടെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ
പുതിയ നിയമങ്ങൾ പോൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കർശനമായ രീതിയിൽ നടപ്പിലാക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കണം. ഒരിക്കലും ലാഘവത്തോടെയോ അല്ലെങ്കിൽ വളരെ എളുപ്പത്തോടെ ഒരു ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം എടുക്കുന്ന ഒരു ഉപദേശമൊക്കെ നമ്മുടെ ദൈവം എന്റെ മുന്നിൽ കുത്തനെ നോക്കിയിട്ട് എനിക്ക് സംഭവിച്ചത് ഞാൻ കാരണം ആ സ്ട്രിക്റ്റുള്ള കൂട്ടായ്മ എനിക്ക് ഭാഗമായിട്ട് നോക്കിയപ്പോഴത്തേക്കും എന്റെ അവിടുത്തെ ജീവിതം വെച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പറ്റിയ അന്തരീക്ഷമുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ ഇത്രയേ ഉള്ളൂ. കാരണം പലപ്പോഴും പല ടീച്ചിങ്ങുകളും വരുന്നത് നമ്മുടെ ആത്മീയ നന്മയ്ക്കാന്ന് പറയുമ്പോഴത്തേക്ക് വിശാസം നമ്മുടെ തൊട്ട് പുറകിൽ നിന്ന് നമ്മളെ അതിനെ ഡൈവേർട്ട് ചെയ്യുക, നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ആഗ്രഹങ്ങൾ പ്രകാരം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലൂടെ മാറ്റും. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ പലപ്പോഴും ഇവിടെ മുമ്പോട്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ കഴിവോ എന്റെ സംസാരിക്കുന്ന രീതികളോ മാത്രമല്ല, എനിക്ക് എന്റെ ദൈവവചനം ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാണ്. ഈ ദൈവവചനം ആത്മാർത്ഥമായിട്ട് പറയാനെങ്കിൽ ഇതിനൊരു വില കൊടുക്കണം. ഇതിന് വില കൊടുക്കുന്നതിന് സമയം കൊടുക്കണം. ഇതിനൊരു സമയം കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. ഈ സമയം എല്ലാ കാര്യത്തിലും എനിക്കുണ്ട്, എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് കൊടുക്കാനില്ല എന്നുള്ളൊരു ഒരു പ്രയാസമാണ് എനിക്ക് വന്നത്. എന്നാൽ ഈ ഒരു വാക്യം അതായത് എന്റെ ഹൃദയത്തിലേക്ക് വല്ലാതെ എന്നെ പ്രയാസപ്പെട്ടു. കാരണം ഇവിടെ പോൾ ആ ഭിന്നതകളുള്ള സഭയോട് പറഞ്ഞതാണ്. കാരണം for Christ did not send me to baptize but to preach the gospel, not with the wisdom of words, lest the cross of Christ should be made of no effect. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന്റെ മഹത്വം ഒരു മടിയും കൂടാതെ പറയണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഒരു മടിയും കൂടാതെ നമ്മൾ അത് പുകഴ്ത്തണം എന്ന് പറയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ദൗത്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ക്രൂശിന്റെ വഴിയിൽ നിൽക്കുമ്പോൾ the word says, I will destroy the wisdom of the wise and bring to nothing the understanding of the poor. മറ്റുള്ളവര് എന്ത് ചിന്തിക്കുന്നു, ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത്, നമ്മളെ ഒരു വീക്കെന്ന് ഫൂളിഷെന്ന് വിളിച്ചാലൊക്കെ അതിനെയൊക്കെ കർത്താവ് മറികടന്ന് അതിനൊരു മാർഗങ്ങൾ വിളിക്കുന്നതാണ്. സമൂഹത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ കർത്താവ് മാനിക്കും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ ഈ കുറച്ച് പ്രചോദനമാണ് എനിക്കിവിടെ പറയുവാനായിട്ട് തോന്നിയത്. കാരണം ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാനൊരു വീക്കായ ഒരു വ്യക്തിയായതുകൊണ്ടാണ്. ഞാനൊരു വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ്. ഞാൻ ഫൂളിഷ് വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ഈ വചനം തെരഞ്ഞെടുക്കാൻ കാരണം. എനിക്ക് വലിയ ബുദ്ധിയോ കഴിക്കാൻ എന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ ഒപ്പത്തിനുള്ള അറിവ് എനിക്ക് ഉണ്ടാക്കിയത് എനിക്ക് ചിലപ്പോൾ ഈ വചനം എനിക്ക് തെരഞ്ഞെടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഈ വചനം ഞാൻ തെരഞ്ഞെടുത്തത് എന്റെ ഹൃദയത്തിൽ ഞാൻ യാതൊരു തടസ്സവും കൂടാതെ അന്ധമായ രീതിയിൽ ഞാൻ എന്റെ യേശു ക്രിസ്തുവിനെ വിശ്വാസം പ്രവർത്തിച്ചത് മാത്രമാണ് ഞാൻ ഈ വചനത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള എന്റെ അറിവ്, ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഉപദേശ പ്രകാരമാണെങ്കിൽ എനിക്കിവിടെ നിൽക്കുവാൻ സാധിക്കില്ല. ഈ വഴിയിൽ എനിക്ക് നിൽക്കുവാൻ സാധിക്കില്ല. കാരണം കർത്താവിനോട് നിൽക്കുന്നവരെ കർത്താവ് മാനിക്കും, അത് ഉറപ്പാണ്. കാരണം ഞാൻ ഇവിടെ ഒരു 5 വർഷം മുമ്പ് ഞാൻ എന്റെ ഏറ്റവും സ്നേഹിതന്റെ സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 5 വർഷം മുമ്പേ നോക്കുമ്പോൾ ഒരു റോട്ടറി ക്ലബ് ഒരു കൂട്ടായ്മ നമ്മൾ ആരംഭിച്ചു. അന്ന് വരുന്നവരനുസരിച്ചായിരുന്നു നമ്മൾ സീറ്റുകൾ വെച്ചോണ്ടിരുന്നത്. ആ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകുവാനൊക്കെ കർത്താവിനെ സഹായിച്ചതിനെ സ്തോത്രം ചെയ്തു. ആ സമയമൊക്കെ കർത്താവ് ദേവദാസിനെ വളരെ സ്നേഹത്തിലൊക്കെ നിലനിർത്തുവാനും ഒക്കെ എന്നെ സഹായിച്ചു കർത്താവ്. അപ്പോൾ ഇപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഇവിടെ ഈ സംക്രാന്തി നമ്മളിവിടെ ആയിരിക്കുന്നത് ദൈവത്തിന് ഈ സഭയ്ക്ക് ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ഉറപ്പായിട്ടാണ്. God has a plan for this church in this important town എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ഒഴിഞ്ഞ കസാരകളും അത് നമ്മളോട് സംസാരിക്കുന്നതാണ്. കാരണം നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഈ ഒഴിഞ്ഞ കസാരകൾ. പണ്ട് ഈ കൂട്ടായ്മ ആരംഭിക്കുന്ന സമയത്ത് ഈ ഒഴിഞ്ഞ കസാരകളില്ല. കാരണം ആൾക്കാരുടെ വരവിനനുസരിച്ചാണ് നമ്മൾ കസാരകൾ വെച്ചുകൊണ്ടിരുന്നത്, കസാരകൾ നാക്കിലാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒഴിഞ്ഞ കസാരകൾ നമ്മൾ ഓരോരുത്തരോടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് നിലനിന്ന് വചനം കേട്ട് പുറകെ പോകുക അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ഭാഗത്തേക്ക് മടങ്ങുവാനില്ല. ഈ വില ഒരു ദേവദാസിന് വില വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു പേരിൽ നമ്മുടെ സഭയുടെ പ്രത്യേകത കാണുമ്പോഴത്തേക്കും ഒരു ഏരിയയിൽ മാത്രം വരുന്ന ആൾക്കാരില്ല. അവിടെ വളരെ പാമ്പാടിയും പുറവേക്കലും ഒക്കെ വരുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. ഇവരെല്ലാം വില കൊടുത്തിട്ടാണ് ഈ
നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചിന്തകളും എല്ലാം നമ്മുടെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് വരെ അറിയുന്ന ഒരു ദൈവമാണ്. നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് കഴിവില്ലാത്തവരെയാണ് ഇരിക്കുന്നത്. God wants the most weak and foolish people. Like how God selected Moses, how God selected Peter, how God selected Gideon, how God selected David, how God selected every character in the Bible, that they have no particular figures to say that they were predominantly better people. They were all weak people like me and you. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ദൗത്യം കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി so that this word is glorified in and around this God in town. കർത്താവിന്റെ വചനം കേൾക്കുവാനൊക്കെ കർത്താവിനെ സഹായിച്ചു. എനിക്ക് സമയം നോക്കാൻ അറിയത്തില്ല, എന്നാൽ ഞാൻ മുന്നേ ഒരു ടോപ്പിക് പറഞ്ഞത് ഇച്ചിരി നേരത്തെ പാസ്റ്ററുടെ ടോപ്പിക് നേരത്തെ ചോദിച്ചായിരുന്നു. കാരണം എനിക്ക് ആ ടോപ്പിക് ചോദിച്ചപ്പോൾ പാസ്റ്റർ അറിയായിരുന്നു. കാരണം ഒരു പൂർത്തീകരണം 12 പേരുടെ എടുത്തില്ല, ബാക്കി ആ ഒരു ടോപ്പിക് പാസ്റ്റർ പറയുന്നത് വിശ്വാസമായിരുന്നു. എന്നാൽ ഈ പാസ്റ്റോറൽ പ്രഷേഴ്സിനാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പേരന്റൽ പ്രഷേഴ്സ് പാസ്റ്റോറൽ പ്രഷേഴ്സ് ഉള്ളതാണ് ഈ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനൊക്കെ എന്നെ കർത്താവ് സഹായിക്കുന്നത്. കാരണം മുമ്പ് ഒരിടത്തും കിട്ടാത്ത ദേഷ്യവും അസ്വസ്ഥതയൊക്കെ വരും. ഞാൻ ഇന്നലെ പോലും ഞാൻ ആ ദിവസങ്ങൾ ഈ പാസ്റ്ററിനെ കൊണ്ട് ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു ദൈവദാസന് കർത്താവ് എനിക്ക് തന്നെ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ നിൽക്കുവാനും ഈ വചനം വായിക്കുവാൻ ഈ ഒരു അവസരം ലഭിച്ചുകൊണ്ടല്ലേ ഞാൻ രാത്രി 11 വരെ കടയിൽ ഞാൻ വചനം വായിക്കുന്നത്. ബിസിനസ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാതെ എന്റെ കടയിൽ ഈ ദൈവവചനമായിട്ട് വായിക്കുവാൻ നിൽക്കുവാനൊക്കെ കാരണം എനിക്ക് ലഭിച്ച അവസരങ്ങളാണ്. ഇത്ര നേരം കേട്ടിരുന്ന ഓരോരുത്തരോടും പറയുന്നു. എന്റെ ഏതെങ്കിലും വാക്കുകളിലോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്റെ